മറ്റൊരു പ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതിയുടെയല്ല, കേരള ഹൈക്കോടതിയുടെയാണ്. എന്നാലും നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ മാനേജ്മെന്റ് വളരെ ആവശ്യമായിട്ടുള്ള ഒരു വിധി ആയതുകൊണ്ടാണ് അതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഈ കേസ് വി ജോസി വേഴ്സസ് ചീഫ് കമാൻഡിംഗ് ഓഫീസർ 2011 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു സാലറി സ്ട്രക്ചറിൽ സാധാരണഗതിയിൽ there will be a basic salary, then there will be a DA component, ചിലപ്പോൾ ഫിക്സഡ് DA ആയിരിക്കാം, അല്ലെങ്കിൽ വേരിയബിൾ DA ആയിരിക്കാം. ദെൻ മിക്കവാറും HRA കാണും, കൺവെയൻസ് കാണും, സം അതർ അലവൻസസ് വിൽ ബി ദർ. അപ്പൊ ഈ കേസിൽ വി ജോസി വേഴ്സസ് ചീഫ് കമാൻഡിംഗ് ഓഫീസർ എന്നുള്ള കേസിൽ ഉയർത്തിയ ചോദ്യം, ഓവർ ടൈം കൊടുക്കാൻ ഇതിൽ എന്തെല്ലാം കണക്കാക്കണം? ഓവർ ടൈം സാധാരണ ഡബിൾ വേജസ് എന്നുള്ളതാണ്. ഓക്കെ, ഡബിൾ വേജസ് കണക്കാക്കുമ്പോൾ ഇതിൽ എന്തെല്ലാം കണക്കാക്കണം, എന്തിൻ്റെയൊക്കെയാണ് ഡബിൾ കൊടുക്കേണ്ടത്? അപ്പോൾ അതൊരു സുപ്രധാനമായ വിധിയാണ്. കേരള ഹൈക്കോടതി പറഞ്ഞു, ഓവർ ടൈം കണക്കാക്കുന്നതിന് ബേസിക് പ്ലസ് DA മാത്രം എടുത്താൽ മതി, മറ്റുള്ള അലവൻസുകൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയുണ്ടായി. പലർക്കും ഏതെല്ലാം കമ്പോണൻസ് ഓവർ ടൈം കണക്കാക്കുമ്പോൾ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പല ഘട്ടങ്ങളിലായി നമുക്ക് ഈ ഗ്രേറ്റ് ലീപ്പിൽ തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ വിധി ഡിസ്കസ് ചെയ്തത്. Great Leap, encouraging employment values.